ഹലോ, എസ്റ്ററിൻ്റെ പുസ്തകം Q&A പാർട്ട് 5. മൊർദെഖായിക്ക് നൽകുന്ന ആദരവ്. മൊർദെഖായിക്ക് രാജാവ് ധരിച്ചു വന്ന രാജവസ്ത്രം ധരിപ്പിച്ചു. രാജാവ് കയറുന്ന കുതിരയും രാജകിരീടവും സമ്മാനമായി കൊടുപ്പിച്ചു. ദൈവം ചരിത്രത്തിൽ ഇടപെടുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതങ്ങളുടെ ദൃഷ്ടാന്തം. മൊർദെഖായിയും അവന് ലഭിക്കുന്ന ഉയർച്ചയുമാണ് ദൈവം ചരിത്രത്തിൽ ഇടപെടുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതങ്ങളുടെ ദൃഷ്ടാന്തം. അത് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് എഴുതാവുന്നതാണ്. കുറ്റവാളികളുടെ മുഖം മൂടുന്നത് കഠിന ശിക്ഷയെ സൂചിപ്പിക്കുന്നു. ഹാമാന്റെ മരണശേഷം മൊർദെഖായിയെ ഹാമാന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുന്ന കാഴ്ച സമകാലിക ലോകത്തിന് നൽകുന്ന പാഠം. മൊർദെഖായിക്ക് ലഭിക്കുന്ന മാനം, മൊർദെഖായിക്ക് ലഭിക്കുന്ന ഉയർച്ച, ഇതിനെ ദൈവം ചരിത്രത്തിൽ ഇടപെടുന്ന സംഭവത്തിന്റെ അത്ഭുത ദൃഷ്ടാന്തമായിട്ടും സമകാലിക ലോകത്തിന് നൽകുന്ന പാഠമായിട്ടും നമുക്ക് രണ്ടിൻ്റെയും ആൻസർ മൊർദെഖായിക്ക് ലഭിക്കുന്ന ഉയർച്ചയാണ്. കുറ്റം ചെയ്യുന്നവരുടെ സ്വത്തുക്കൾ കണ്ടുകിട്ടുന്ന സമ്പ്രദായം ബാബിലോണിൽ നിലനിന്നിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്രകാരനാര്? ഹെറോഡോട്ടസ്. രാജാവിനാൽ മുദ്രമോതിരം മൊർദെഖായിക്ക് നൽകി എന്നത് മൊർദെഖായി രാജഭരണത്തിൽ രണ്ടാം സ്ഥാനിയായി മാറി എന്നതിനെ സൂചിപ്പിക്കുന്നു. പൂരീം പെരുന്നാളിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയുമ്പോൾ, വിവിധ സംസ്ഥാനങ്ങളിൽ യഹൂദന്മാർ അനേകം ആളുകളെ വധിച്ച ദിവസമാണ് യഹൂദരുടെ ആദാർ മാസം 13-ാം തീയതി. ആ മഹാദിവസത്തെ അവർ 14-ാം തീയതി ആഘോഷിച്ചു. ശൂഷനിൽ 13-ഉം 14-ഉം തീയതികളിൽ അവർ ശത്രു സംഹാരം നടത്തുകയും 15-ന് ആഘോഷം നടത്തുകയും ചെയ്തു. പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായതിൻ്റെ ആഘോഷം. ഗ്രാമങ്ങളിൽ 14-നും പട്ടണങ്ങളിൽ 15-നും പൂരീം പെരുന്നാൾ ആഘോഷിച്ചു. യഹൂദരെ നശിപ്പിക്കേണ്ടതിന് ഹാമാൻ പൂർ എന്ന ചീട്ട് ഇട്ടു. അതിനു മറുപടിയായി അവന് കഴുമരം ലഭിച്ചതിനാൽ ഈ രക്ഷയുടെ ഉത്സവത്തിന് പൂർ എന്ന പദത്തിൽ നിന്നും പൂരീം എന്ന പേര് വിളിച്ചു. മൊർദെഖായി എഴുതിയ ചട്ടം. ദുഃഖം സന്തോഷമായും വിലാപം ഉത്സവമായും തീരുന്ന നാളുകളിൽ വിരുന്നു നടത്തണമെന്നും സന്തോഷം പങ്കിടണമെന്നും പരസ്പരം സമ്മാനങ്ങൾ കൈമാറണമെന്നും അതൊരു ഉത്സവമായി ആചരിക്കണമെന്നും ഒരു ചട്ടം എഴുതി വെച്ചു. 4 കാര്യങ്ങളാണ്. ദുഃഖം സന്തോഷമായും വിലാപ ഉത്സവമായും തീരുമ്പോൾ വിരുന്നു നടത്തണം, സന്തോഷം പങ്കിടണം, പരസ്പരം സമ്മാനങ്ങൾ കൈമാറണം, അതൊരു ഉത്സവമായി ആചരിക്കണം. എസ്തേറിന്റെ പുസ്തകത്തിലെ കാതലായ തത്വം സഹോദരനെ സ്നേഹിക്കണമെന്നും ശത്രുവിനെ ദ്വേഷിക്കുക എന്നും. പുതിയ നിയമ ചിന്തയിൽ നിന്ന് ഇത് വ്യത്യസ്തമായൊരു ചിന്തയാണ്. സാമൂഹിക താല്പര്യങ്ങൾ അപകടത്തിലാകുമ്പോൾ വ്യക്തികൾ ആത്മത്യാഗത്തിന് ഒരുങ്ങണം. പ്രവാചകന്മാരുടെ സ്വാധീനം ഈ പുസ്തകത്തിലില്ല. ഇന്ത്യയെക്കുറിച്ച് പരാമർശമുള്ള ഏക പുസ്തകം. ഇത്രയുമാണ് എസ്തേറിന്റെ പുസ്തകത്തിൽ നിന്നും എനിക്ക് പറയാനുള്ളത്. ഇത്രയും നാൾ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ഞാൻ ഈ വീഡിയോ ചെയ്തതിൽ നിന്നുണ്ടായി കാണുമെന്ന് വിശ്വസിക്കുന്നു. Thank you everyone for watching all the videos with me. Thank you and all the support.